ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് മല്ലു മോം ഇൻ ദുബായ്. സോ ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് മോർണിംഗ് ആയിരുന്നു. നമുക്ക് ഹറിബറി ആയിട്ട് കഴിഞ്ഞ വ്ളോഗ്സ് പോലെ രാവിലെ എണീറ്റൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മുടെ ഡെസ്റ്റിനേഷൻ വളരെ അടുത്തായിരുന്നു. സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ വന്നായിരുന്നു കേട്ടോ, നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ. അപ്പോൾ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു. നമുക്കന്ന് സ്പെഗറ്റി ആയിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊട്ടാറ്റോ, സ്മാഷ്ഡ് പൊട്ടാറ്റോ, പിന്നെ കുറേ ബ്രെഡ് ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ യൂഷ്വലി മോൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തെടുക്കും ഇവിടെ നിന്ന്. കാരണം അവർ രാവിലെ അധികം കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ ബോയിൽഡ് എഗ്ഗും ഇതേപോലത്തെ ബ്രെഡ് ഐറ്റംസൊക്കെ ഞാൻ അല്ലാണ്ട് തന്നെ പാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാക്സി എത്തി. അങ്ങനെ നമ്മളിത് ടാക്സിയിൽ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഷിംബുലാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഷിംബുലാക്ക് എന്ന് പറയുന്നത് വളരെയധികം ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. ഈ അൽമാത്തിയിൽ വന്നാൽ മിക്കവരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഷിംബുലാക്ക്. വിൻ്റർ ടൈമിൽ കുറേ സ്നോ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുറേ റിസോർട്ട്സും ഇവിടെ തന്നെയുണ്ട്. അപ്പം നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ തന്നെ റിസോർട്ട്സ് ഉള്ള സ്ഥലവും കൂടെയാണ്. ഹെർബൽ ടീ ആയിരിക്കും നല്ലത്. ഹെർബൽ ടീ ഉണ്ട്, അത് മതി. ഞാനൊരു ഹെർബൽ ടീ ഓർഡർ ചെയ്തു, ഇക്ക ഒരു കോഫി ഓർഡർ ചെയ്തു കേട്ടോ. ഈ കോഫി ഷോപ്പിൽ കയറാൻ മെയിൻ കാരണം ഇതൊന്നുമല്ല, സെഹ്റൂന് എന്തെങ്കിലും ഫുഡായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അർമേനിയയിൽ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം പിള്ളേർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡൊന്നും പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഇതാ കുറച്ച് പാല് കുടിച്ചതിൻ്റെ എൻ്റെ എനർജിയാണ് കേട്ടോ ഈ സെഹ്റു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇതാ നമ്മൾ കേബിൾ കാറിലോട്ട് കയറാൻ പോവുകയാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എൻ്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും കേബിൾ കാറെന്ന്. അല്ല, ഇതെൻ്റെ 5-മത്തെയോ 6-മത്തെയോ പ്രാവശ്യമായിരിക്കും. പക്ഷേ എന്നാലും ഈ സംഭവം ഇങ്ങനെ മൂവിങ്ങിലോട്ട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്, ഈ പ്രത്യേകിച്ച് മോളെ കൊണ്ട് കയറുമ്പോൾ. അപ്പോൾ ഇതാ സക്സസ്ഫുള്ളി നമ്മൾ കയറി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. എവിടെ പോവാ? കേബിൾ കാർ അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നിന്നുള്ള വ്യൂ, കുറേ മൗണ്ടൻസും സ്നോയും പൈൻ ട്രീസും, പിന്നെ അത് നിങ്ങൾ ഇങ്ങനെ കാണുന്നതൊക്കെ ചിലതൊക്കെ റിസോർട്ട്സും കൂടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി എവിടെ നിന്ന് എടുത്തി ഇത്. നമ്മൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മൈനസ് എന്നാണ് തോന്നുന്നത്, നോക്കിയിട്ടില്ല. ഇവിടെ എന്ത് സ്കൂളോ ഒക്കെ ഇവിടെ ചറുക്കുമല്ലേ. വാഷ്റൂമിലോട്ട് വന്നു. അത്യാവശ്യം തണുപ്പുണ്ട്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കുറച്ച് നല്ല ക്ലീനും ബാത്റൂം, വാഷ്റൂം. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് അവിടുത്തെ ലോക്കൽസിന് നമ്മളെ കണ്ടപ്പോൾ വേറെ നാഷണാലിറ്റി ആണല്ലോ, അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെയും മോളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. ഇവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അപ്പോൾ ഇവർ ആംഗ്യ ഭാഷയും അവരുടെ ഭാഷയിൽ തന്നെയാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ച് ഇറങ്ങി പോകാനാണോ ഈ പറയുന്നത്, പിന്നെ പതുക്കെയാണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് രാവിലെ പാക്ക് ചെയ്ത് വെച്ച ഫുഡാണ്. അപ്പോൾ സമയത്തായപ്പോഴത്തേക്കും മോൾക്കത് യൂസ്ഫുള്ളായി. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ അവിടെ നിന്ന് ഒരു കേബിൾ കാർ എടുത്ത് അടുത്ത സ്റ്റോപ്പിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ ഫുള്ള് സ്നോഫോൾ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു.
സ്നോ ഉള്ള പ്ലേസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ സ്നോഫോൾ. ആദ്യം അവിടെ ഫുള്ള് ഫോഗ് കവർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു അയ്യോ നീ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് സ്നോഫോളായി. ഇതൊരു നമ്മുടെ ലൈഫിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റായി അത് മാറി. കാരണം നമ്മൾ ഇങ്ങനെ സ്നോ ഫോൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, ഏത് ഇൻറ്റൻസിറ്റിയാണ് ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ ഷോർട്സും വീഡിയോസൊക്കെ എടുത്തു. അത് പ്രത്യേകിച്ച് ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഉള്ളിലെ എക്സൈറ്റ്മെൻറ്റ് അങ്ങ് വെളിയിലോട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് എടുത്തായിരുന്നു ഈ ഒരു ഭാഗം. പിന്നെ കുറേ തണുത്തപ്പോഴത്തേക്കും മോളെ കൊണ്ട് നമ്മളൊന്ന് ഒരു കഫേയിലോട്ട് കയറി കുറച്ച് നേരത്തേക്കൊന്ന് നിൽക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങി. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കയറുമ്പം ഇടയ്ക്കിടയ്ക്ക് കഫേയിലോട്ട് കയറുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതാ വീണ്ടും വേറൊരു കപ്പിൾസ് നമുക്ക് സെൽഫി എടുക്കാനായിട്ട് വന്നായിരുന്നു. നമ്മളവിടെ ഫുള്ള് വീണും ഉരുണ്ടും ഒക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഷോർട്സ് ഞാൻ ഇതിലിത് ആഡ് ചെയ്യുവാണേ. അങ്ങനെ കുറേ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് സ്റ്റോപ്പ് 1 തന്നെ തിരിച്ചു പോയി കേട്ടോ. സോ ഇവിടെ കുറേ പേര് ഇങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ വെയർ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പലപ്പോഴും ഈഗിളിനെ കാണാം. കാരണം ഇവിടുത്തെ നാഷണൽ ബേർഡായിട്ട് അവർ കാണുന്നത് ഈഗിളിനെയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിതാ പിന്നെയും വേറൊരു കഫേയിലോട്ട് കയറി. ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ഭയങ്കര കുറച്ച് ഫേമസ് ആയിട്ടുള്ള പോളിൽ തന്നെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റും ചിക്കൻ പാസ്തയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചിക്കൻ പാസ്ത കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു ഫ്രഞ്ച് ബ്രെഡും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡിപ്പും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ സംഭവം. സോ ഇത് തന്നെ ആൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ റിവ്യൂ എടുക്കാനായിട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തയ്ക്കേ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ കോഴ്സായിട്ടുള്ള പാസ്തയും എത്തി. അങ്ങനെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് വീണ്ടും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ഈവനിങ് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ ഷിംബുലാക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഫുൾ ഡേ തന്നെ നിങ്ങൾക്ക് വേണം, എങ്കിലേ പ്രോപ്പറായിട്ട് അതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റൂ. നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഒരു മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇത് ഹോൾസെയിൽ പോലെ കുറേ നട്ട്സും ഫിഷും എന്ത് വേണമെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. Halwa, veg. This mix more honey, fish. No different. ഇവിടെ എവിടെ പോയാലും കുറേ സാമ്പിൾസ് നമുക്ക് കിട്ടും. അത് തന്നെ നമ്മുടെ വയറ് നിറയും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വരുമ്പം ഈ ഒരു സ്ഥലത്ത് വരാൻ നിങ്ങൾ മിസ്സാക്കരുത്. അത്രയ്ക്കും വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ച് വന്നു. അപ്പം രാത്രിയാകുമ്പോൾ നമ്മൾ എന്തായാലും എവിടെ പോയിട്ട് വന്നാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ അടുത്ത വ്ലോഗുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.